ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിൽ. കാരണം മഹാരാഷ്ട്രയിൽ അധികാരം പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വർഷം അവസാനമാണ് തെരഞ്ഞെടുപ്പ്. നവംബറോടുകൂടി തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. ഏതായാലും ഈ വർഷം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളൊന്ന് മഹാരാഷ്ട്രയാണ്. അവിടെ അധികാരം പിടിക്കുവാൻ ഈ മഹാവികാസ് അഘാഡി ശ്രമിക്കുമ്പോൾ അതിന് ഊർജം പകർന്നുകൊണ്ട് ഒരു പുതിയ പ്രക്ഷോഭം വീണ്ടും ആരംഭിക്കുകയാണ്. മറാത്ത പ്രക്ഷോഭം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ആ മറാത്ത പ്രക്ഷോഭത്തിൻ്റെ നേതാവ് മനോജ് ജാരംഗെ ഒരു അന്ത്യശാസനമാണ് ഇപ്പോൾ ഈ ഫട്നാവിസ് സർക്കാരിന്, അല്ലെങ്കിൽ ഷിൻഡെ ഫട്നാവിസ് സർക്കാരിന് നൽകിയിരിക്കുന്നത്. ഓഗസ്റ്റ് 13 മുൻപ് മറാത്ത സംവരണ വിഷയത്തിൽ, അതായത് OBCയിൽ തങ്ങളെ ഉൾപ്പെടുത്തണമെന്ന ഡിമാൻഡ് അംഗീകരിച്ചില്ല എങ്കിൽ ഓഗസ്റ്റ് 13 ശേഷം ഈ സർക്കാർ നിലംപതിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ നേതാവ് നൽകിയിരിക്കുന്ന ഒരു അന്ത്യശാസനം. മറാത്ത മേഖലയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ രീതിയിൽ സീറ്റ് നഷ്ടം സംഭവിച്ചിരുന്നതാണ്. അഥവാ തങ്ങളെ OBC ലിസ്റ്റിൽ പെടുത്തുകയാണെങ്കിൽ ഓഗസ്റ്റ് 28 തങ്ങൾ BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ വർഷം ആദ്യമാണ് മറാത്ത സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് നിയമസഭയിൽ BJP ശിവസേന സഖ്യം പാസ്സാക്കിയിരുന്നു. ആ ബില്ലനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ജോലിയിലും 10% സംവരണം ഈ മറാത്ത വിഭാഗത്തിന് നൽകുമെന്ന് പറഞ്ഞു. പക്ഷേ മറാത്ത വിഭാഗത്തിന് പുതിയ ഡിമാൻഡ് അവർ OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ്. അതൊരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് എന്ന് BJP വ്യക്തമാക്കുകയും ചെയ്തു. കാരണം സുപ്രീം കോടതിയുടെ ഒക്കെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 50% മാത്രമാണ് സംവരണം അനുവദിക്കാൻ കഴിയുള്ളൂ. ഈ 50%-ത്തിലുള്ള OBC വിഭാഗത്തിൻ്റെ സംവരണം വെട്ടിച്ചുരുക്കിക്കൊണ്ടാണ് ഈ പുതിയ വിഭാഗത്തിന് സംവരണം നൽകാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ OBC വിഭാഗം വലിയ രീതിയിൽ അതിനെ എതിർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് BJP പറഞ്ഞത് ഇത് മഹാവികാസ് സഖ്യം ഇത്തരത്തിലൊരു വാഗ്ദാനം നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്തോളൂ, യാതൊരു കുഴപ്പവുമില്ല. കാരണം ഇത് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ഉറപ്പ് നൽകാൻ കഴിയില്ല എന്ന് BJPക്ക് വ്യക്തമായി അറിയാം. അതുമാത്രമല്ല ഈ മറാത്ത പ്രദേശങ്ങളിൽ BJP അത്ര വലിയ ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുമല്ല. അതുകൊണ്ട് തന്നെയാണ് BJP ഇത്തരത്തിൽ ഈ ഒരു മുന്നറിയിപ്പിനെ മുഖം തിരിച്ച് നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.